നമസ്കാരം. അങ്ങനെ ഡയമണ്ട് ശ്വേതാ മേനോൻ കൊണ്ടുവന്ന ഡയമണ്ട് ജിൻഡോയ്ക്ക് കൊടുക്കാമെന്ന് എന്ത് ചെയ്യുന്നു? പരോക്ഷമായി നമ്മുടെ ശ്വേതാ മേനോൻ ജിൻഡോയ്ക്ക് വാക്ക് കൊടുത്തിരിക്കുന്നു. മറ്റൊന്നുമല്ല, ജിൻഡോയ്ക്ക് ഒരു ടാർഗറ്റ് കൊടുത്തു. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന ഞാൻ താമസിക്കുന്ന റൂമിനകത്ത് ആരും കയറാതെ നിങ്ങൾ നോക്കിക്കൊള്ളാം. മനസ്സിലായോ? അതായത് നിങ്ങൾ ഇത് ആരുടെടുത്തും പറയില്ല. ഒരു സീക്രട്ട് ടാസ്ക് ആണ് കൊടുത്തത്. ഇതിനു മുമ്പേ നമ്മുടെ മുടിയൻ ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തു. മുടിയൻ അത് അവനെ കൊണ്ട് തൊലച്ചു. മുടിയന്റെ അടുത്ത് പറഞ്ഞ എന്താണ്? നീ എന്നെ പവർ റൂമിൽ കൊണ്ട് കയറ്റണം എന്നാണ് പറഞ്ഞത്. പക്ഷെ മുടിയൻ അറിയാലോ, മുടിയൻ അതിനെ കൊണ്ടൊന്നും പറ്റത്തില്ല. മുടിയനെ വേണമെങ്കിൽ അത് ആ ടാർഗറ്റ് അവൻ അച്ചീവ് ചെയ്യാം. അവനാണെങ്കിൽ കൊണ്ട് കയറ്റാൻ വന്നു. കൂടിപ്പോയി അവനൊരു എന്ത് കിട്ടും? ഒരു പണിഷ്മെന്റ് കിട്ടും. അതിനപ്പുറം മറ്റൊന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷെ മുടിയൻ അവിടെ ഫെയിലായി. ഇവിടെ ജിൻഡോയ്ക്ക് ശ്വേതാ മേനോൻ ഒരു ടാസ്ക് കൊടുക്കുന്നു. ഇതിനകത്തും ആരും കയറാതെയും ഇതും ഈ പറയുന്ന ഡയമണ്ട് സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്യം ആർക്ക് കൊടുക്കുന്നു? ഈ പറയുന്ന നമ്മുടെ ജിൻഡോയ്ക്ക് കൊടുക്കുന്നു. അതോടൊപ്പം പറയുന്നു, നീ അത് സാധിച്ചാൽ നിനക്കൊരു സ്പെഷ്യൽ സമ്മാനം അല്ലെങ്കിൽ ഒരു സർപ്രൈസ് തന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ പറയുന്ന ഡയമണ്ട് ആണ്. ഈ ഡയമണ്ട് കിട്ടിക്കഴിഞ്ഞാൽ 10ാമത്തെ ആഴ്ച സേഫ് ആവും. മനസ്സിലായോ? ആ ഡയമണ്ട് ആണ് ഈ പറയുന്ന ജിൻഡോയ്ക്ക് കൊടുക്കാമെന്ന് പരോക്ഷമായിട്ട് നമ്മുടെ ശ്വേതാ മേനോൻ വാക്ക് കൊടുത്തിരിക്കുന്നത്. ജിൻഡോ അത് സമ്മതിച്ച് പോയിട്ടുമുണ്ട്. ജിൻഡോ അടുത്ത് പറഞ്ഞു, അവരൊക്കെ ഇത് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നോക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ കൂടെ നിന്ന് പ്ലാനിങ്ങിലൊക്കെ പങ്കെടുത്തുകൊണ്ട് എന്തൊക്കെയാണ് അതൊക്കെ വന്ന് എന്റെ അടുത്ത് വിവരം നൽകണം എന്നുള്ള കേസും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ജിൻഡോയ്ക്ക് തന്നെ ഈ ഒരു സംഭവം കൊടുക്കാൻ കാരണം സാബുമോൻ വിളിച്ചിട്ട് ഈ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ശ്വേതയുടെ അടുത്ത്. അതായത് ഈ കിടക്കുന്ന പവർ റൂമിലുള്ളവരെല്ലാവരും മടിയന്മാരാണ്. ഒരു സമയം ഈ പവർ റൂമിൽ നിന്ന് ഇവർ പുറത്തിറങ്ങുന്നത് എപ്പോഴും അവിടെ ചടഞ്ഞുകൂടി കിടപ്പാണ് അവർക്ക് പണി. ഇവർക്ക് എങ്ങനെയും പവർ റൂമിനകത്ത് സേഫ് ഗെയിം കളിച്ച് നടക്കണം അല്ലെങ്കിൽ ഇരിക്കണം. അതാണ് അവരുടെ മോട്ടീവ്. അതുകൊണ്ട് തന്നെ പവർ റൂം വിട്ടുകൊടുക്കാൻ അവർക്ക് ആർക്കും തയ്യാറല്ല എന്നും, അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഈ പറഞ്ഞ ജിൻഡോയുടെ ടീമിനെ പവർ ടീമുമായിട്ട് അതായത് ജിൻഡോയുടെ ടീമിന് കൂടുതൽ എന്ത് കൊടുക്കണം? പോയിന്റ്സ് കൊടുത്ത് പവർ ടീമുമായിട്ട് മത്സരിക്കാനുള്ള ഇട നൽകണമെന്നും, അങ്ങനെ ഇട നൽകി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ജിൻഡോയുടെ ടീം പവർ ടീമിനെ തോൽപ്പിക്കുമെന്നും ആര് പറഞ്ഞു കൊടുക്കുന്നു? നമ്മുടെ സാബുമോൻ പറഞ്ഞു കൊടുക്കുന്നു. സാബുമോൻ അത് പറയാൻ കാരണം, അതായത് സിജോയുടെ ടീം, അതായത് നെക്സ്റ്റ് ടീമിൽ സിജോയ്ക്ക് ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ കോയിൻ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അവരും ഈ പറയുന്ന പവർ ടീമുമായിട്ടാണ് മത്സരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അവർ തോറ്റു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ജിൻഡോയുടെ ടീമാണെങ്കിൽ ജിൻഡോയുടെ ടീമിൽ സൂപ്പറായിട്ട് എന്ത് ചെയ്യും? കളിക്കുകയും ഈ പറയുന്ന പവർ ടീമിനെ തോൽപ്പിക്കാനുള്ള ഹെൽപ്പ് ഇപ്പൊ ഉള്ളത് ആരാണ്? ഈ പറയുന്ന ജിൻഡോയുടെ ടീമിന് ഡെൻ ടീം അല്ലേ, ഡെന്നല്ലേ ജിൻഡോയുടെ ടീം, ഡെന്നിന് മാത്രമേ ഉള്ളൂ എന്ന് ആര് പറഞ്ഞു? ഈ പറയുന്ന നമ്മുടെ സാബുമോൻ അടുത്ത് ശ്വേതാ മേനോന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം കുറച്ച് ആൾക്കാരെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് മെയിനായിട്ട് ജിൻഡോയെ കുറിച്ച് പറഞ്ഞ ജിൻഡോ വളരെ കഠിനാധ്വാനിയാണെന്നുള്ളതും, ഇവിടെ വന്ന ഒരു സമയം വെറുതെ ഇരിക്കാതെ കൃത്യമായിട്ട് എന്ത് ചെയ്യും? ജോലികളെല്ലാം നടന്ന് ആ വീട്ടിലുള്ളതിൽ ഏറ്റവും കൂടുതൽ ജോലി എടുക്കുന്നത് ജിൻഡോയാണ് എന്നുള്ളത് സാബുമോൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ശരി തന്നെയായിരുന്നു. ഈ സാബുമോൻ കാണുന്ന സമയത്തൊക്കെ ജിൻഡോ വളരെ ബുദ്ധിപരമായിട്ട് സാബുമോന്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അത് സാബുമോനെ കാണിക്കാനാണെങ്കിൽ കൂടി നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് എന്നുള്ളത്, അതായത് ജിൻഡോ എന്താണോ വിചാരിച്ചത് സാബുമോനെ എങ്ങനെ ഇംപ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാലോചിച്ചുകൊണ്ട് പണിയെടുത്ത് അതിനുള്ള ഫലമാണ് ഇപ്പം ജിൻഡോയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സാബുമോൻ എന്ന് പറഞ്ഞ എന്താണ്, ജിൻഡോ ഇവിടെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ട് എന്നുള്ളതും, അതുകൊണ്ട് തന്നെ ജിൻഡോയുടെ ടീം തന്നെ ആവണം പവർ ടീമിനുമായിട്ട് അവസാനം ഏറ്റുമുട്ടേണ്ടതെന്നും, അങ്ങനെ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ ജിൻഡോയുടെ ടീം ഉറപ്പായിട്ടും പവർ ടീമിനെ തോൽപ്പിക്കുമെന്നുമാണ് ഈ പറയുന്ന സാബുമോൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം നമ്മുടെ ശ്വേതാ മേനോൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. എനിക്ക് ആരെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്, നമ്മുടെ ജാസ്മിനെ ഇഷ്ടപ്പെട്ടു. ജാസ്മിന്റെ പൊക്കം കൊള്ളാം, അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പൊക്കം മാത്രമേ കൊള്ളാവൂ, ബാക്കി അങ്ങോട്ടിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും എന്താണ് എന്നുള്ളത്. പോട്ടെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന റോബോട്ടായിട്ട് ജാസ്മിൻ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് അവിടെ കാഴ്ചവെക്കുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. വലിയ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ നമ്മുടെ സായിയുടെ ടീമുമായിട്ട് അതായത് ഇവിടെ സാബുമോൻ ഒരു ചെറിയൊരു കളി കളിച്ചു. സാബുമോൻ പറഞ്ഞു, ഇവിടെ ഒന്നും വൃത്തിയില്ല, ഇവർ വെക്കുന്ന ആഹാരമൊന്നും കിച്ചൺ ഏരിയയും വൃത്തിയില്ല, ഈ വൃത്തിയില്ലാത്ത ആഹാരമൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആരുടെ നമ്മുടെ മുടിയന്റെ അടുത്ത് പോയി സംസാരിക്കും. HR മാനേജറായ മുടിയനോട് സംസാരിക്കുന്നു. HR മാനേജർ എന്ത് ചെയ്യുന്നു? ഇവരുടെ അടുത്ത് പോയി അതായത് എന്നിട്ട് സാബുമോൻ പറയുന്നത്, ഞാൻ കൊടുത്ത ടിപ്പുകൾ എനിക്ക് തിരിച്ചു വേണം, ഏതാണ്ട് 20 or 25 അതെനിക്ക് തിരിച്ചു വേണം എന്ന് ആവശ്യപ്പെടുന്നു. ഇവർ കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളത്. പക്ഷേ മുടിയൻ കുറെ നേരം ശ്രമിച്ചിട്ടുണ്ട്. അപ്പം സാബുമോൻ പറഞ്ഞു, എനിക്ക് അവരോട് സംസാരിക്കാനൊന്നുമില്ല,
ഞാൻ കൊടുത്ത സാധനം തിരിച്ചു വേണം. അപ്പൊ ഇവരെങ്ങനെ പിരിച്ചു വിടാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ആ ടിപ്പ് തിരിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ നിങ്ങളെ പിരിച്ചു വിടും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. ഈ സംസാരത്തിന്റെ ഇടയിൽ മുടിയന്റെ വായിൽ നിന്ന് വന്നൊരു വാക്കാണ് നിങ്ങൾ മോഷ്ടിച്ചതാണ്. ആ ഒരു തരത്തിലൊക്കെ ഒരു സംസാരം വരികയും അവിടെ വെച്ച് ഈ പറയുന്ന ആരാണ് നമ്മുടെ സായിയുടെ ടീം തീരുമാനിക്കുന്നു നമ്മൾ ഒരിക്കലും ഈ കോയിൻ തിരിച്ചു കൊടുക്കത്തില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് റിസൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ ജോലി ഉപേക്ഷിക്കുന്നു എന്നുള്ള രീതിയിൽ ആക്കി. അതായത് ഇവർ പറഞ്ഞു ഒന്നുകിൽ നിങ്ങൾ ആ കോയിൻ തിരിച്ചിടും, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെ ഡിസ്മിസ് ചെയ്യും എന്ന് പറയുമ്പോൾ വേണ്ട, നിങ്ങൾ ആരും രണ്ടുപേരായിട്ട് ഡിസ്മിസ് ചെയ്യണം, നമ്മൾ മൊത്തത്തിൽ ഈ പറയുന്ന ജോലി ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, ജോലി ഉപേക്ഷിച്ച് അവരുടെ ഡ്രസ്സൊക്കെ തിരിച്ചു. അവരിപ്പം വീട്ടിനകത്ത് കയറാൻ പറ്റുന്നില്ല, അവർ വീടിന്റെ വെളിയിലാണ്. ഇതിനിടയ്ക്ക് അവരെന്ത് ചെയ്തു, പവർ ടീമിലേക്ക് അതായത് കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് ബിഗ് ബോസും പറയുന്നത് നിങ്ങൾ തിരിച്ചു കൊടുത്താലും തിരിച്ച് ഡ്യൂട്ടിയിൽ കയറി നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ ഈ ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റത്തുമില്ല, നിങ്ങൾക്ക് പവർ ടീമുമായിട്ട് മത്സരിക്കാനും പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞു. ആദ്യം ശരണ്യയ്ക്കും ഈ പറയുന്ന നന്ദനയ്ക്കൊക്കെ വീണ്ടും തിരിച്ചു കയറണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ സായി ഇവിടെ പറഞ്ഞു അങ്ങനെ മാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, മാനം പണയം വെച്ചുകൊണ്ട് നമുക്ക് ഇനി വീണ്ടും അതിനകത്തോട്ട് കയറണ്ട എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്വേതോമേനം വന്നതിന് ശേഷം ഒരു ഓളമൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പം സാബു സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരുന്ന് അടുത്ത് ആരുടെടുത്തും ഇത് ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഗെയിം പ്ലാൻ ചെയ്യാനോ ഒന്നും സാബുവിന് സാധിക്കില്ലായിരുന്നു. ഇപ്പോൾ ശ്വേതോമേനൻ വന്നതിന് ശേഷം ഗെയിം പ്ലാനൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ശ്വേതാമേനന്റെ അടുത്ത് A to Z ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, പവർ ടീമിലുള്ളവരുടെ നിസ്സഹകരണവും അവരുടെ ഉഴപ്പും അവരുടെ ഈ പറയുന്ന എന്താണ് ജോലി ചെയ്യാൻ മടിച്ച് ഈ കിടന്ന് ഉറങ്ങുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പൊ തന്നെ സേതുമേനോൻ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയെങ്കിൽ അവർക്ക് ഇപ്പോൾ മുട്ടാൻ പണി കിട്ടിയില്ല. അത് പണി കിട്ടാൻ കാരണം ഈ പറയുന്ന സായിയുടെ ടീം പുറത്തായപ്പോൾ എന്ത് ചെയ്തു, സായി അവരൊക്കെ കിച്ചണിലായിരുന്നു. ആ കിച്ചന്റെ ടീം ഇവർക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. അതായത് പവർ ടീമിന് ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ കിച്ചന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ആര്, പവർ ടീമാണ്. വേറെ ഓപ്ഷൻ അതിനകത്തില്ല. അപ്പൊ അങ്ങനെ അവർക്കൊരു മുട്ടം പണി കിട്ടിയിട്ടുണ്ട്. അവരിപ്പം ഓരോരുത്തർ ഈ ഗസ്റ്റുകൾക്ക് പിന്നെ ഓരോ സംഭവങ്ങൾ എന്തെങ്കിലും അവരാവശ്യപ്പെടുന്ന ഓരോരോ കാര്യങ്ങളെല്ലാം ഇനി ചെയ്തു കൊടുക്കേണ്ടത് പവർ ടീമാണ്. മറ്റുള്ളവർ വീട്ടിന്റെ പുറത്താക്കിയിട്ടുണ്ട്. അവർക്ക് വീട്ടിന്റെ അകത്ത് കയറാൻ പറ്റാത്ത രീതിയിൽ അവർ ഈ വീടിന്റെ അതായത് ഈ വീടിന്റെ ഓണേഴ്സ് ആരാണ് ഈ പറയുന്ന പവർ ടീമാണ്. അവർ പറഞ്ഞു ഇനി ഈ ഹോട്ടല് നമ്മുടെ ഉടമസ്ഥതയിലുള്ളതാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനകത്ത് കയറണം, നിങ്ങൾ പുറത്തു നിന്നാൽ മതി എന്നുള്ള രീതിയിൽ മാറ്റി തരുന്നു. അപ്പൊ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പൊ ഇനിയും കുറെ പൊട്ടലുകളും ചീറ്റലുകളും ഒക്കെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനോടൊപ്പം ജിൻഡെ അവരെല്ലാവരും ഇംപ്രസീവ് ആണ്. എല്ലാവരും ഈ പറയുന്ന സാബു ആയാലും ഈ പറയുന്ന ശ്വേതയായാലും ജിൻഡെ നല്ല ഇംപ്രസീവ് ആണ്. ജിൻഡെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് എന്നുള്ളതും ഈ പറഞ്ഞ ജിൻഡെയാണ് ആത്മാർത്ഥമായിട്ട് കഠിനാധ്വാനിയാണ് എന്നുള്ളതൊക്കെ അവർക്ക് കിട്ടിയത്. അതുകൊണ്ട് ജിൻഡെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഏതാണ് ഡയമണ്ട് ജിൻഡയ്ക്ക് കൊടുക്കാനുള്ള പ്ലാനുകളും പദ്ധതികളുമാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര രീതിയിൽ അല്ലെ ഏതറ്റം വരെ പോകും, ജിൻഡോയിൽ അത് വിജയിക്കുമോ എന്നുള്ളതും, അതായത് ഇവർക്ക് ഈ കോയിൻ കൊടുത്താലും അല്ലെങ്കിൽ ഇവർക്ക് പവർ ടീമുമായിട്ട് മത്സരിക്കാൻ ഇട കൊടുത്താലും അവിടെ ജയിക്കണം എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ ലാസ്റ്റ് പവർ ടീമുമായിട്ടുള്ള മത്സരത്തിൽ ജിൻഡോ ജയിക്കണം എന്നുള്ളതാണ്. ജിൻഡോയുടെ ടീമിൽ 3 വരെ ഉള്ളൂ, അവരുടെ ടീമിൽ 4 പേരുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് നമുക്ക് സാബു പറയും പോലെ അവർ തന്നെ ജയിക്കും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് ടാസ്ക് പോലെ ഇരിക്കും, ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്ക് പോലെ ഇരിക്കും അവർ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ എന്തായാലും ഈ പറയുന്ന നമ്മുടെ ശ്വേതാമേൻ വന്നതിന് ശേഷം അവിടെ ഒരു ഇളക്കം തട്ടിയിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.